നിങ്ങൾ എവിടെയാണ് സുരക്ഷ ചോദിക്കുന്നത്? ആന ഇവിടെ ഇത്രയും ഒരു 100-150 ആന ഈ ആറള ഫാമിൽ ഇത്രയും പിന്നെ 13-7 ഇത്രയും ഈ എത്ര ഏക്കർ ഫാമുണ്ടോ അത്രയും ഏക്കർ ഫുള്ള് ഇങ്ങനെ അനാസ്ഥമായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നല്ലാണ്ട് എവിടെയാണ് ഇതിനൊരു സംരക്ഷണം? മനുഷ്യന് സംരക്ഷണം ഇല്ലെന്നല്ല, ആനക്ക് മതിൽ പണിയാന്ന് വെച്ചിട്ട് അത് പിന്നെ ആ പണി പിന്നെ യഥാക്രമത്തിൽ നടക്കുന്നുമില്ല. രണ്ടാമത്തെ പ്രശ്നം ഇവര് പിന്നെ തൂക്കുവേലി കെട്ടിയിട്ട് ആ വേലി മൊത്തം നഷ്ടപ്പെട്ടു പോയി. കാരണം ആന പിന്നെ വലിയ മരം ഒടിച്ചുകൊണ്ടിട്ട് ഈ സാധനം കടന്ന് നമ്മുടെ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നു. ഇവരതിനെന്ത് ചെയ്യണം? ഇവർ ഈ ഫോറസ്റ്റുകാർ ഇത്രയും നിയമം കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ ഇവര് ഇതിന് ഈ പിന്നെ കമ്പിവേലി എന്ന് പറയുമ്പോൾ ഈ ഫെൻസിങ് ഷോക്ക് ഫെൻസിങ് ഇട്ടതിന് പിന്നെ സോളാർ ഫെൻസിങ് ഇട്ടതിന് ഇവർ കാവൽ നിൽക്കണ്ടേ? ഇത്രയും ജനങ്ങൾ ഇത്രയും ഏരിയയിൽ 10,3500 വീട്ടുകാർ താമസിക്കുന്നിടത്ത് ഇത്രയും വ്യാപകമായിട്ട് ആന ഇങ്ങനെ എൻ്റെ സ്വന്തം വാഴ ഈ 4 ദിവസത്തിനുള്ളിൽ 600 കുലച്ച വാഴ ഈ ആന നശിപ്പിച്ചതാ. ഞാൻ ഇന്നും അവരോട് പറഞ്ഞിട്ട് അവർ ഇന്നവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്രയും അനാസ്ഥയാണ് ഈ ഫോറസ്റ്റുകാർ നടത്തുന്നത്. നമ്മൾ ഇപ്പൊ ഇത് നമ്മൾ വിടില്ല. ഇവിടെ ജില്ലാ ഭരണകൂടം ഇവിടെ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നാലേ ഈ ആംബുലൻസ് വിടുകയുള്ളൂ എന്നാണ്. 20ാമത്തെ കൊലപാതകമാണ് കാട്ടാനയുടെയും വന്യജീവികളുടെ അക്രമത്താൽ ഇവിടെ ഇപ്പം നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ 20ാമത്തെയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ച് ഇവിടെ വന്നിട്ട് വർത്തമാനം പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഇവിടെ കലക്ടർ ഇവിടെ വന്ന് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ. ഇവിടെ ആനമതിൽ നിർമ്മാണം 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ്